രാമ 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 പാഹി മാം. 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 അന്നേരമാദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീളിന്നും. എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരു മന്ദപുരമകൻ പുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവരാജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുത്ഥാനവും ചെയ്തു വന്ദിച്ചുന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ച. ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രിപതീന്ദ്രനും നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നോടെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്കയാൽ അത്യന്തമാകുലനായതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനും രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണേണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടിവേ. സൗമിത്രയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദീന മന്ദിരം പൊക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം. കാരണമെന്തോന്ന് താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവർ
സുഖത്തിനു നീ തന്നെ പാരേ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കലെഴുതിനിത്താതന് ദുഃഖനിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായോരു കർമ്മമിന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയത് ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ, രണ്ടു വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻതാതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലെ സാധ്യമായുള്ളോന്നത് രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിരു താതനറിക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. ഉന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്തയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. മാതൃവചന ശൂരാഭിഹതരായ മേദിനീ പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ വ്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പേനറിക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചേറ്റിൽ നിന്നെനിക്കറിക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാണിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും. ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ. പിത്രോത്മലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാതം മയാധുനാ. ആകയാൽ താതദ്യോഗമനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതന് ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായത് ചെയ്യഭിഷേകം ഭരതനു ഞാനിന്ന് വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാനു പിതാവത് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതീവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത് ദണ്ഡകവാസത്തിനേറ്റമിഴുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറുമമ്മയ്ക്ക് മദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൾ. ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ.
വരുത്തി വരുത്തി പിതൃക്കൾക്ക് പോരുവും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നോടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമുള്ളോരു കാര്യം നിരൂപിച്ച് മൽപിത ദുഃഖിപ്പതിനില്ലവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. സ്ത്രീജിതനായതി കാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനീ. ദോഷം നിനക്കതിനേതുമകപ്പെടാ. അല്ലായിലെന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര. ഗുണാംബുദേ രാഘവ വൃത്തിപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നെ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുടി ദീർഘമായി വീർക്കയും ഹിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കൈയാൽ കൊളുത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ. ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാർ നയഗോവിതൻ തഥാ. എന്തിനെന്താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായ്കയും നീതുരണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നീടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവു കൗസല്യതജ്ഞയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃദേഹം പൊക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു വിത്തമതീവദാനങ്ങൾ ചെയ്താദരാൽ. ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ. രാമനുപഗതനായതു കണ്ടില്ലേ ഭൂമിപാലെ പ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ. പിന്നെ മടിയിലൊരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ. ഇന്ദേവരദള ശ്യാമകളേവരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനാൾ. എന്തെന്നകനെ മുഖാംബുജം നാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവു പറഞ്ഞോരന്തരം. വന്നു ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. പാടുകേകയ പുത്രിയാമമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാ
കേട്ടു കൗസല്യ പാരി മോഹിച്ചു വീണിടീനാളാകുല. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വേർവിട്ടുപോയ പശുവിനു ഉള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാര. ബലാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശവും പിന്നെ മുടിഞ്ഞുപോ. തത്ര കൗസല്യാ വചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നി നാലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തീതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിന്നയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതുമിതിന്നു ശോകിപ്പതിനന്തർമുത വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേവരൂ. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷാഗ്ധമാമാർ സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു. സുന്ദരന്ദിരാമന്ദിരവത്സനാനന്ദ സ്വരൂപൻ ഇന്ദിരവിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദിവൃന്ദാരകാവൃന്ദവന്ദ്യാംഘ്രി യുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനന്ദു ചൂടപ്രിയൻ വന്ദാരുവൃന്ദ മന്ദാരദാരൂപമൻ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യന്തെടിഞ്ഞെന്നുടെ വാക്കൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിടോ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യതനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തമതല്ലായിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. വഹ്നിസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണഗണസ്തമാം ദർത്തുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളാത്രാദി സംഗമം എത്രയുമൽപകാലസ്ഥിതമോർക്കനീ.
പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താതരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയുമസ്ഥിരയല്ലോ, മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്രസുഖം ഋണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാതപതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം മതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതു മറിയില്ല, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു തീർത്ഥമോഹേന മരിക്കും ഇതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നില്ല മായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷങ്കതി ഏതുമറിയാതെ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായകയാൽ ആമകുംഭാപു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതിനാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തിന് നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിയിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ഠിച്ചു പോകിലാം, ബിന്ദുവെന്നീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വൽമാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയായി പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചിതും. തവ ജ്ഞാനമില്ലായെന്നറികനീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കെ വിദേഹാഭിമാനി നാം രോഷേണ വന്നു ഭവിക്കും ഇതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാമവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകേ. സംസാരകാരണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറികനീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോനതിൽ ക്രോധമറികടോ. മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കും ഇതുപുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ഭുതജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തി
കാമസുരഭികേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപം നാലൊരു ജാതി വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പതാത്മാവു കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസ്സി ഭാവിച്ചു കൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ സ്നാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളകനീ. മാനമല്ലോ പരമാപദമാസ്പദം. സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാർ. കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതിലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ചയെന്നാൽ അതിൻ ഇന്നിച്ചയെന്നുറച്ചിടണം. അമ്മയും ഭർതൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠ വധൂനാമെന്നു നിർണയം. മാതാവ് മോദാൽ അനുവദിച്ചിടുകിലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൾ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസീന്നി ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു. കൗസല്യയും ദേവകളോടിരുന്നിടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ. മൃത്യുജ്ഞയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുൻപായ ദിക്പാലകന്മാരെ. ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതി ലയകാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്ഥിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധഭാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ. ഈ 7 സംവത്സരം കാനനെ വസിച്ചാരാൻ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സകൽഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോ. ത്വൽപാദസേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാലതിനായി അനുവദിച്ചിടണം. സീതാപ
രഘുപതി രാമചന്ദ്രാദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകിലേനാഗതുല്യവദന രഘുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്താനവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരീന വന്നതുമിന്ദു കൃപാനിധി വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്തഭൂപാലതയും പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ യുദ്ധം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികെടോ ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിയിടുക മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമ ഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടിപ്പിരിഞ്ഞാൽ പുറാതോളമാസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുപതി നിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടു ഇന്നലെ രാജാഭിഷേകമാരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്തമോർത്താലിതം ഇന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്മീ കുലമൗലി മാലികേ കേൾക്കനീ മന്നവൻ കേകയാ പുത്രിയാമയ്ക്കു മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിനൂന്യ വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു താതനതു കൊണ്ടു ഞാൻ പോകുന്നു ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിന്നേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു ആകാശ ശിശിമുഖി താനരുമരുൾ ചെയ്തു രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാകാശശിമുഖി താനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിടിനാൻ ഇങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്രസൂകര സൈനിഭവാരണ വ്യാളഭല്ലൂകവൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീ
ജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്വക്മകാഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യജ്ഞനാപൂപാന്നപാനാദി സന്മധുക്ഷീരങ്ങളിലോരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കരാ ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയുമറിയാവതെല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ. ശീതവാതാതപപീഠയും പാരമാം പാദാചരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലാർക്കും അതികെടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാലതിനുടൻ ഇല്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയുമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥ, പതിപ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധി, പാദശുശ്രൂഷാവതം മുടക്കായികമേ. നിന്നുടെ സന്നിധോ സന്തതം ബാണിയിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ. വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോചിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടി നടക്കുമ്പോൾ എത്രയും കോർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടാകയില്ലെന്നൂലം ഭീതിയുമേതും എനിക്കില്ല ഭർത്താവേ. കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമറിഞ്ഞേയുമുന്നു ചൊല്ലുവാൻ. രാമായണങ്ങൾ പലവും കവിവര രാമോദമോടും പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. ഇന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ. എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിൻ തിരുവടി തന്നാണെ. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ടു ചെയ്ത നീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകിന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തേ കുമാരനും. വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥപവതിയില്ലാതോളമാതരാ സദ്വിത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നരാൽ മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തു പെയ്തിടും നിസ്തശുജലങ്ങളും. ജാനകീ ദേവിയും അൻപോടരുന്ധതിക്കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും
പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനും പിന്നെ ഉപദേശവാക്കുമുര ചെയ്താൻ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രി നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടും നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയെ. മായാവിഹീനമേ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ. പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ. കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി. നാനജഗദഭിരാമനാത്മാരാമനംബുജലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ, ഹാ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാ കണ്ടക നിപ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രത്നപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധ പാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കും ഇന്നലെയോളവും. ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാനനിഞ്ഞനും. കേകയപുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ. പോകുന്നിതു വനത്തിന്നു ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തന്നോടു സാമോദമേവമരുൾ ചെയ്തിതന്നേരം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം.